ഞങ്ങളുടെ ഇപ്പോൾ ഒരു അടിയന്തരമായിട്ടൊരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയത് നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും. ഗ്യാസിന്റെ ലഭ്യത കുറവാണ് ഏറ്റവും വലിയ വിഷയമായിരിക്കും. ഇന്ന് കേരളത്തിൽ ഒരു സ്ഥലത്തും ഗ്യാസ് കിട്ടുന്നില്ല. ഇന്ന് നമ്മുടെ കാറ്ററിംഗ് സ്ഥാപനങ്ങളെല്ലാം ഓരോ സ്ഥാപനങ്ങളായിട്ട് അടച്ചുകൊണ്ടിരിക്കും. എൻ്റെ സ്ഥാപനം ഇന്ന് വൈകുന്നേരമാകുമ്പോൾ അടയ്ക്കുക. കാരണം ഗ്യാസ് ലഭ്യത ഇല്ലാത്തതുകൊണ്ടാണ് അടയ്ക്കുന്നത്. ഇതിന് അടിയന്തരമായിട്ടൊരു പരിഹാരം കണ്ടെത്താൻ വേണ്ടിയാണ് ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യാറുള്ളത്. ഇപ്പോൾ ഗവൺമെന്റ് ഇന്നലെ തന്നെ ഒരു പോളിസി ഗ്യാസ് എമർജൻസി ആയിട്ട് പ്രഖ്യാപിച്ചു. ഒരു സ്ഥാപനത്തിൽ 5 കുറ്റി കൂടുതൽ വെക്കാം, 5 കുറ്റി വലിയ കുറ്റി, ചെറിയ കുറ്റി കൂടുതൽ വെക്കാൻ പാടില്ലെന്ന് ഗവൺമെന്റ് നൽകിയിരുന്നു. അപ്പൊ സ്വാഭാവികമായും ഞങ്ങൾക്ക് ഒരു 1000 പേരെ വർക്കുണ്ടെങ്കിൽ തന്നെ ഇന്ന് എനിക്ക് ആ ഗ്യാസ് ഞാനിന്ന് വിറകടുപ്പിലാണ് പാചകം ചെയ്യുന്നത്. പല ആൾക്കാർക്കും വിറകടുപ്പില്ല, എല്ലാവരും ഗ്യാസിലോട്ട് പോയി. വിറകടുപ്പ് പണി ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ്. പഴയ പാചകക്കാരാണ് എല്ലാം വിറകടുപ്പ് ചെയ്യുന്നത്. ഇന്ന് ഗവൺമെന്റ് പറഞ്ഞിരുന്ന 5 കുറ്റി കൂടുതലുണ്ടെങ്കിൽ കേസെടുക്കുന്ന പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് 1000 പേരെ ഒരു വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് കുറഞ്ഞത് 8 കുറ്റി ഗ്യാസ് എങ്കിലും കുറഞ്ഞത് വേണം. ലൈവ് പോകണമെങ്കിൽ ഒരു 5 കുറ്റി ഗ്യാസ് വേറെ വേണം, ഒരു റിസപ്ഷൻ ആണെങ്കിൽ. അപ്പൊ അതും അപ്പം സൂക്ഷിക്കാൻ പാടില്ല. സാധനം കിട്ടാനുമില്ല. എടുത്ത വർക്കുകൾ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് ഞങ്ങളെപ്പോലെ തന്നെ ഒരു കല്യാണ വർക്ക് തന്നിട്ടുള്ള ഒരു കസ്റ്റമർ പേടിച്ച് നിൽക്കുക എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു. ഒന്നുകിൽ ഞങ്ങൾക്ക് കൊമേഴ്സ്യൽ ഗ്യാസ് കിട്ടത്തക്ക രീതിയിൽ ഗവൺമെന്റ് എന്തെങ്കിലും പരിഹാരം കണ്ടെത്തുക, അതല്ലെങ്കിൽ ഡൊമസ്റ്റിക് ഗ്യാസ് എങ്കിലും തൽക്കാലം ഞങ്ങൾക്ക് തരുന്നു ഞങ്ങൾ ഈ പ്രതിസന്ധി കരകയറ്റണം എന്ന് പറയുന്നത്. അതിനകത്ത് 2 വിഷയങ്ങളാണ്. നോമ്പുകാലമായപ്പോൾ ഒരുമാറ്റപ്പെട്ട തൊഴിലാളികളെല്ലാം തിരിച്ച് നാട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഉള്ള തൊഴിലാളികൾ അധിക ശമ്പളം കൊടുത്താണ് ഇപ്പം നിർവഹിച്ചിരിക്കുന്നത്. ഇലക്ഷനും കൂടെ തുടങ്ങി കഴിഞ്ഞു. ബംഗാളിലൊക്കെ ഇലക്ഷൻ വന്നു കഴിഞ്ഞപ്പം അങ്ങനെയും കുറേ തൊഴിലാളികൾ പോയി നാട്ടിലേക്ക് പോവുകയാണ്. അധിക ശമ്പളം കൊടുത്ത് തൊഴിലാളി ഞങ്ങൾ പിടിക്കുക. അതിലൂടെ ഗ്യാസ് ലഭ്യതയും കൂടി ഇല്ലാതെ ഇവരെല്ലാം പൊട്ടിക്കഴിഞ്ഞാൽ കേരളത്തിലുള്ള കാറ്ററിംഗ് മേഖല മൊത്തം അടച്ചിടേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. അതിനൊരു പരിഹാരം ഗവൺമെന്റ് ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുള്ളത്. മന്ത്രിമാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, സംസ്ഥാന നേതൃത്വം മന്ത്രിമാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അവര് ഇന്നലെയാണ് കണ്ടത്. അതിനുള്ള പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് എത്രത്തോളം വിജയിക്കുമെന്ന് പറയാൻ പറ്റില്ല. വളരെയധികം എന്റെ സ്ഥാപനം ഇന്ന് കൂട്ടുകയാണ്. ഇന്നിപ്പം കോർപ്പറേഷൻ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിറകിലാണ് കത്തി ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ ഇന്ന് സ്ഥാപനം കൂട്ടുക. എന്റെ ഹോട്ടലുകളെല്ലാം കൂട്ടി ഏകദേശം 5000-ഓളം പേര് സംഘടന സംസ്ഥാനം ഒട്ടാകെ 5000-ഓളം മെമ്പർമാരുണ്ട്. മാത്രമല്ല അതിനെ ചുറ്റിപ്പറ്റി ലക്ഷക്കണക്കിന് തൊഴിലാളികളുണ്ട്. ഇത് ഒരു സ്ഥാപനം, ഒരു കാറ്ററിംഗ് സ്ഥാപനം അല്ല കൂട്ടുന്നത്. ഒരു കാറ്ററിംഗ് സ്ഥാപനം മാത്രമല്ല, അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഇപ്പം ഇടിയപ്പം കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്, ഇഡ്ഡലി വിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്, അപ്പം വിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്, ഇതുമായിട്ട് ബന്ധം ചപ്പാത്തി വിൽക്കുന്ന സ്ഥലങ്ങൾ, ഇതെല്ലാം പൂട്ടിക്കഴിഞ്ഞു. ഇടിയപ്പം, അപ്പം, ചപ്പാത്തി ഞങ്ങളെല്ലാം കുറേയൊക്കെ ഞങ്ങൾ ഹയർ ചെയ്തിട്ട് സാധനങ്ങൾ എടുക്കുന്നതാണ്. അപ്പൊ അതിനകത്തുള്ള ആ സ്ഥാപനങ്ങളെല്ലാം പൂട്ടിക്കഴിഞ്ഞു. ഒരു കാറ്ററിംഗ് സ്ഥാപനമല്ല, ഇത് ലക്ഷക്കണക്കിന് ആൾക്കാർ പണിയുന്ന ഒരു വ്യവസായമാണ്. 10,000 കോടിക്ക് മുകളിൽ വിറ്റുവരെയുള്ള ഒരു വ്യവസായമാണ് ഇന്ന് പാടെ പൊളിഞ്ഞ് പൂട്ടി നിൽക്കുന്നത്. ഈ തൊഴിലാളികൾ പോയ തൊഴിലാളി നമുക്ക് എക്സ്പീരിയൻസ് തൊഴിലാളി തിരിച്ചു കിട്ടുന്നില്ല. അറിയാലോ ഒരു പാചക തൊഴിലാളി എങ്ങനെ ആയിരിക്കണം. ഓർഡർ ക്യാൻസൽ ആയി തുടങ്ങി. ഓർഡർ ഒന്നും എടുക്കുന്നില്ല. ക്യാൻസൽ ആക്കുന്നതുകൊണ്ട് ഓർഡർ എടുക്കുന്നില്ല. ഞങ്ങളിപ്പോ എടുക്കുന്നില്ല. ഇനിയിപ്പോ ഒന്നും തൽക്കാലം ഇപ്പൊ ഒന്നും എടുക്കുന്നില്ല. ഞങ്ങളെല്ലാം നിർത്തിവെച്ചു. ഗ്യാസ് ഇല്ലാതെ എങ്ങനെ പാചകക്കാരില്ല. അടുപ്പിൽ അവിടെ ഇപ്പൊ നിൽക്കുന്ന എല്ലാം ചെറുപ്പക്കാർ പയ്യന്മാരെ പാചകക്കാരായിട്ട് വന്നു ക്യാൻസൽ ചെയ്യുക. ഇപ്പൊ എടുക്കുന്നതെല്ലാം ക്യാൻസൽ ചെയ്തുകൊണ്ടിരിക്കുക. ചെറിയ ചെറിയ വർക്കുകളെല്ലാം ക്യാൻസൽ ചെയ്യാം. ഇന്നും കൂടെ നിൽക്കുമ്പോൾ തന്നെ ഏകദേശം നിർത്തി. ശരിക്കും പല കാറ്ററിംഗ് സ്ഥാപനങ്ങളും മുടങ്ങിയിട്ടുണ്ട്. ഞാൻ അതാ പറഞ്ഞു, ഇന്ന് എന്റേത് പൊട്ടിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വർക്കുകൾ ക്യാൻസൽ ആകും. ഇത് കുംഭമാസമാണ്, അതുകൊണ്ട് കല്യാണം കുറവാണ്. അതൊരു ആശ്വാസമാണ്. എന്നാലും ഇന്ന് റിസപ്ഷൻ ഉണ്ട്. ചില ദിവസങ്ങളിൽ വന്ന് ഈ ഗർഭപാർട്ടിക്ക് വന്ന് പെട്ടെന്ന് കല്യാണം കഴിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷേ ഇന്ന് റിസപ്ഷൻ അതും പിറകിലാണ് ഉണ്ടാക്കുന്നത്.
ഇഫ്താറുകൾ പലതും മുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഒന്നും ഇഫ്താറും എടുത്തിട്ടില്ല, പലതും മുടങ്ങിക്കൊണ്ടിരിക്കുക. ഒരു കുറ്റി പോലും കിട്ടുന്നില്ല, ഒരു കുറ്റി പോലും കിട്ടുന്നില്ല. ഇത് പെട്ടെന്നുള്ളതില്ലായിരുന്നു, സംഘടിപ്പിച്ച് വെക്കാനൊന്നുമില്ല. ഗവൺമെന്റ് പുതിയ നിയമം വെച്ചേക്കുന്ന അങ്ങനെയല്ല. അഞ്ച് കുറ്റി കൂടുതൽ വെക്കാൻ പാടില്ല എന്നാണ് ഗവൺമെന്റ് പുതിയ നിയമം വെച്ചേക്കുന്നത്. ഒരു ഗ്യാസ് കാറ്ററിംഗ് സ്ഥാപനത്തിൽ 5 കുറ്റി കൂടുതൽ വെക്കാൻ പാടില്ല. അങ്ങനെ എങ്ങനെ നമ്മൾ മനസ്സമാറ്റമാൻ ചോദിക്കുന്നു? ഏജൻസിക്കാരെല്ലാം നമ്പറുകൾ കൂട്ടി പോകും. അവരാണ് ഇത് കൂട്ടി കഴിഞ്ഞു. ഏജൻസിക്കാരല്ല വിളിച്ചു കഴിഞ്ഞാൽ നമ്പർ പോലും എടുക്കുന്നത് ഒരു ഏജൻസി പോലും. അധിക വില ചോദിക്കുന്നുണ്ട്. വെളിയിൽ നിന്നൊക്കെ ബ്ലാക്കിൽ കിട്ടാന്ന് ചോദിച്ചപ്പോൾ ഒരു 10 കിട്ടുന്നില്ല. പണ്ടൊക്കെ കിട്ടുമായിരുന്നു, 10 അധിക വില ചോദിച്ചിട്ടുണ്ട്. പല 3000 രൂപ വരെ ചോദിക്കും. ഗ്യാസ് ഏജൻസി അല്ല, വെളി പുറത്ത് നിൽക്കുന്ന ഈ ഇടകത്തരക്കാരുണ്ടല്ലോ, അവർ ചോദിക്കും 3000 രൂപ വരെ ചോദിക്കുന്നു. കൊമേഴ്സ് മറ്റേത് ഇതിന്റെ ബുദ്ധിമുട്ട് വന്നിട്ടില്ലല്ലോ. ഞങ്ങൾ പറയുന്ന ആ കേസ് കുറ്റികൾ ഞങ്ങളെ തന്ന് സഹായിക്കണമെന്നാണ് പറയുന്നത്. അതാ പറഞ്ഞ അത് വീടുകളിലല്ലേ. ഞങ്ങൾക്ക് ആ കുറ്റിയെങ്കിലും തന്ന് ഞങ്ങളെ സഹായിക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. പിടിച്ചു തൊഴിലാളികളെ പിടിച്ചു നിർത്തണം. ഈ തൊഴിലാളി പൊയ്ക്കഴിഞ്ഞാൽ പിന്നെ ഈ സ്ഥാപനങ്ങളിൽ സ്ഥിരമായിട്ട് കൂട്ടിയിടേണ്ട സ്ഥിതിയിലുണ്ട്. ഇത് വലിയൊരു പ്രശ്നമായിട്ടാണ് നിങ്ങൾ കാണണം. കാര്യം ഇത് കേരളത്തിൽ മാത്രം ഇത്രയും വലിയ ഭീമം ഇതുണ്ടായിട്ടുണ്ട്. അതെ അതെ, ഒരു സിലിണ്ടർ കിട്ടുക. അത് ഏജൻസി ഗ്യാസ് ഏജൻസി കൂട്ടിയിട്ടേക്കാം. അവർക്ക് കർശന നിർദ്ദേശം കൊടുത്തേക്കാണ് കൊമേഴ്സ്യൽ സിലിണ്ടർ ഒന്നുപോലും കൊടുക്കാൻ പാടില്ല. കംപ്ലീറ്റ് ഗാർഹിക സിലിണ്ടർ മാത്രമേ വെളിയിൽ കൊടുക്കാവുന്ന കർശന നിർദ്ദേശം. അവരെ സ്റ്റോക്കില്ല എന്നാണ് എല്ലാ ഏജൻസികളും പറയുന്നത്. വിളിച്ചാൽ ഫോൺ പോലും എടുക്കുന്നില്ല ഒരാൾ. ഒരു ദിവസത്തേക്ക് നമുക്ക് 5 കുറ്റി പോരല്ലോ. 1000 പേര് കല്യാണം വന്ന് 5 കുറ്റി പോരല്ലോ. ഞങ്ങൾക്കൊരു നല്ലൊരു കല്യാണം വരികയാണെങ്കിൽ നമുക്കൊരു 15-20 കുറ്റി ഗ്യാസെങ്കിലും വേണം. ഒരു മണ്ഡപങ്ങളിൽ ചെന്നാൽ അവിടെ ഗ്യാസ് കുറ്റിയൊന്നുമില്ല. നമ്മളിതെല്ലാം കൊണ്ടുപോകണം അവിടെ പോകും.